ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്തകളിൽ നിങ്ങളുണ്ടോ, അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ, വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടാരോട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ തിങ്ക് ചെയ്യുക. റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ് കൊണ്ടുവരിക. അതുപോലെ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, നിങ്ങളുടെ പേഴ്സന്റെ ചിന്തകളിൽ നിങ്ങളുണ്ടോ? അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ? യൂണിവേഴ്സ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ? അവരുടെ ചിന്തകളിൽ നിങ്ങളുണ്ടോ? ഇവിടെ കിട്ടിയിട്ടുള്ള സ്പ്രെഡിനകത്ത് എനിക്ക് ആദ്യം തന്നെ വന്നത് ചൂസ് വൈസ്ലി എന്നുള്ള കാർഡാണ്. ഓക്കെ, ഇവിടെ മൂവ് ഓൺ എന്നൊരു കാർഡും വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ ഇപ്പോൾ ഒരു ഡിസ്റ്റൻസ് ഉള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ ഒരുപാട് നാളായിട്ടുണ്ടാവാം കണ്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തമ്മിൽ ഒരു ബ്രേക്ക് ആയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടാകാം, ഒരു കോണ്ടാക്ട് വന്നിട്ട് ഒരുപാട് നാളായിട്ടുണ്ടാകാം. അതായത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനൊക്കെ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം. ഏജ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഒരു 6 വയസ്സ് 10 വയസ്സ് അത്രയ്ക്ക് ഡിഫറൻസ് നിങ്ങൾ ഉണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എബ്രോഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ഒരു വഴി ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ലെസ് കോണ്ടാക്റ്റോ അങ്ങനെ എന്തോ സംതിങ് നിങ്ങൾ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്ട് ചെയ്യുക. അതുമാത്രമല്ല, ഈ ഒരു ഡിസ്റ്റൻസ് ഇവിടെ കാണിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ സിറ്റുവേഷനും ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു ഡിസ്റ്റൻസിലേക്ക് വന്നിട്ടുള്ള ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണ് വേറൊരു ചോയ്സ് വന്ന സമയത്ത്, അതായത് നിങ്ങളുള്ള സമയത്ത് തന്നെ അവർക്ക് വേറൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നപ്പം പോകേണ്ടി വന്നു എന്നുള്ളതാണ്. ഞാനിവിടെ കാരണം പറഞ്ഞു എന്നേ ഉള്ളൂ. തേർഡ് പാർട്ടി ഇല്ലാത്തവർ ഒരിക്കലും അതിനെ കണക്ട് ചെയ്തെടുക്കരുത് ഫോഴ്സ്ഫുള്ളി. ഓക്കെ, അപ്പം അങ്ങനെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മനസ്സിലാക്കുക. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയിൽ വന്നിട്ടുള്ള എന്തൊരു കാരണവും, അത് കരിയർ ആയാലും ജോബ് ആയാലും എന്തൊരു കാര്യമാണെങ്കിലും അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. അപ്പം അങ്ങനെ എന്തോ ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് അവർക്ക് ആ ഒരു ചോയ്സ് എടുക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അതിലേക്ക് അവർക്ക് തിരിയേണ്ടി വന്നു എന്നുള്ളതാണ് ഇവിടെ കാരണം കാണിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ആ ഒരു കാര്യത്തിന് ഒരുപാട് ഇമ്പോർട്ടൻ്റ് കൊടുത്തു പോയി. അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ ഇപ്പോഴൊരു ഇങ്ങനെ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ. പാഷൻ ഇഗ്നൈറ്റഡ് എന്നൊരു കാർഡും വന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇവിടെ സ്റ്റിൽ അവരുടെ ഒരു എനർജി കാണിക്കുന്നത് ഭയങ്കരമായിട്ടും മിസ് ചെയ്യുന്നൊരു എനർജിയാണ്. ഓക്കെ, അതായത് നിങ്ങളുടെ മെമ്മറീസ് അവരെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരവസ്ഥ. ഓക്കെ, അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുള്ളത്. ആ സമയത്ത് അവർക്ക് എങ്ങനെയായാലും നിങ്ങളൊരു ശല്യമായിരുന്നു, ഒരു ബാധ്യതയൊക്കെ പോലെ അവർക്ക് തോന്നിയിട്ട് അവർ എങ്ങനെയെങ്കിലുമൊക്കെ പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങളെ വിട്ടുപോയി. ഓക്കെ, പക്ഷേ ഇപ്പോൾ അവരുടെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇമോഷണലി അവർ നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുകയാണ്. ഓക്കെ, അതായത് നിങ്ങളുടെ ആ ഒരു സമയത്ത് നിങ്ങളുണ്ടായിരുന്ന ഒരു ഇമോഷണൽ സ്റ്റേജ്, നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ആലോചിക്കുമ്പം അത്രത്തോളം അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. അവർ ആ മെമ്മറീസ് ഇങ്ങനെ
ഓർത്ത് കണക്ട് ചെയ്യാണ്. ഓക്കെ, അതായത് നിങ്ങളെ അട്രാക്ട് ചെയ്യുകയാണ് ഇങ്ങോട്ട് ഒരുപാട്. നിങ്ങൾ അവരിൽ ഒരുപാട് അട്രാക്റ്റഡ് ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ ടോപ്പിക്ക് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ അവരുടെ ചിന്തകളിൽ നിങ്ങൾ ഉറപ്പായിട്ടുണ്ട്. ഓക്കെ, അവരുടെ പാസ്റ്റിലെ കാര്യമാണ് കാണിക്കുന്നത്. വേറൊരു ഓപ്ഷൻ തേടിയിട്ട് അവർ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ മാറ്റി നിർത്തി പോയി, നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയി. പക്ഷേ ഈ ഒരു സ്റ്റിൽ അവസ്ഥയിൽ അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് ഒരു കാർഡ് എടുക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ഒരു മിറാക്കിൾ നടന്നിട്ടുണ്ടെങ്കിൽ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ തമ്മിൽ ഇപ്പം ഒരു നോ കോണ്ടാക്റ്റിലാണെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തോട്ട് വന്നപ്പോൾ നിങ്ങൾ റിജക്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുള്ള ഒരാളല്ലേ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സ്ട്രാ മെറിറ്റുലർ റിലേഷൻഷിപ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒന്നിക്കുക എന്ന് പറയുന്നത് സാധ്യമായ ഒരു കാര്യമായിരിക്കില്ല. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും. അപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് വരിക എന്ന് പറയുന്നത് അവർക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കില്ല. പക്ഷേ എന്ന് കരുതിയിട്ട് അവരുടെ ഓർമ്മകളിൽ നിന്ന് നിങ്ങളെ മായ്ച്ചു എന്നല്ല, പാസ്റ്റിലെ കാര്യമല്ല, ഇപ്പോഴത്തെ കറണ്ട് എനർജിയിൽ അവരുടെ ചിന്തകളിൽ നിങ്ങൾ ഒരുപാട് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് എന്തോ ഒരു സിറ്റുവേഷൻ കൊണ്ട് നിങ്ങളിലേക്കൊന്ന് കണക്റ്റായിട്ട് വരാനോ അല്ലെങ്കിൽ ഓപ്പൺ ആവാനോ ഒന്നും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവരൊരു മിറാക്കിൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്നുണ്ട്. അതായത് എന്തെങ്കിലും സംതിങ് സംഭവിച്ചിട്ട് നിങ്ങൾ അടുത്തോട്ട് വരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നവർ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ അത്രയും സ്ട്രോങ് ആയിരിക്കണം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ അത്രയും സ്ട്രോങ് ആയിരിക്കണം. നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങളുടെ പേഴ്സൺ ഇല്ലായിരിക്കാം. ഓക്കെ, അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ ചിന്തിക്കുന്നുണ്ടാവുക. ഇപ്പം നിങ്ങളുടെ അടുത്ത് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങളുടെ അടുത്ത് അവരുടെ ഫീലിങ്സ് കാണിക്കുന്നില്ലെങ്കിലും ഒരിക്കലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവർ തേർഡ് പാർട്ടിയുടെ കൂടെ ഹാപ്പി ആണെന്നേ അല്ല, നിങ്ങളുടെ മെമ്മറീസ് ആണ് അവരിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഓക്കെ, ഒരു കണ്ണുകെട്ടിയ അവസ്ഥ അവർക്ക് ആദ്യം ഉണ്ടായിരുന്നു. അതായത് നിങ്ങളുടെ സ്നേഹം അവർ തിരിച്ചറിയാത്ത ഒരു അവസ്ഥ അവർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ആ അവസ്ഥ അവർ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അതൊരു എന്താ പറയുക, അതായത് സ്നേഹിച്ച സമയത്ത് അത് എന്താ പറയുക, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞതുപോലെ ആ സ്നേഹിച്ച സമയത്ത് നിങ്ങൾ കൊടുത്ത സ്നേഹം അവർക്ക് അത്ര വാല്യൂ ആയിട്ട് തോന്നിയില്ല. ഇപ്പം നിങ്ങൾ അടുത്തില്ലാത്ത സമയത്ത് അവരത് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ആ സ്നേഹം എത്രത്തോളം വാല്യുബിൾ ആയിരുന്നു എന്നുള്ള അവർ മനസ്സിലാക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളായിരിക്കാം. പല കാര്യങ്ങൾക്കും അവരെ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകാം, കെയർ ചെയ്തിട്ടുണ്ടാകാം നിങ്ങൾ. അതൊക്കെ കൊണ്ടായിരിക്കാം ഇപ്പം കറൻ്റ്ലി അവർക്ക് അതൊന്നും കിട്ടുന്നുണ്ടാവില്ലായിരിക്കാം. അവർ നിൽക്കുന്ന ഒരു സ്റ്റേജിൽ അവർക്ക് കിട്ടുന്നുണ്ടാവില്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ചിന്ത നോക്കുമ്പം അവർ ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ ഇങ്ങനെ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ ഒന്നൊരു ബാലൻസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ബാലൻസിലേക്ക് കൊണ്ടുവരണം എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് പറ്റുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ കുറച്ച് സ്ട്രോങ് ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം, ഞാനത് നോക്കുന്നില്ല. ഓക്കെ, അപ്പം നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരണം, ഒരു സ്ട്രെങ്ത് കൊണ്ടുവരണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് അവർക്കൊരു ആഗ്രഹമായിട്ട് മാത്രം മനസ്സിലിങ്ങനെ നിൽക്കുകയാണ്. അതിനൊരു എന്തൊരു മുന്നോട്ടൊരു പടി ചവിട്ടാനോ അല്ലെങ്കിൽ അതിനൊരു സ്റ്റെപ്പ് വെക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ കരുതും സ്നേഹമുള്ള ഒരാൾക്ക് എന്തുകൊണ്ട് റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം എടുത്തുകൂടാ എന്നുള്ളത്. മനസ്സിലാക്കുക, നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. അവരുടെ ജീവിതത്തിലെ സിറ്റുവേഷൻസ് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ഓക്കെ, അപ്പം അവരുടെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത്രത്തോളം സ്ട്രോങ് അല്ല, ഒരു സപ്പോർട്ട് ചെയ്യുന്നതല്ല, കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളതായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർക്ക്
എന്താണെങ്കിലും നമ്മുടെ ടോപ്പിക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഇമോഷണൽ ലോസ് ആണ്. അവർ നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഒന്ന് ഹഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളെ ഒന്ന് നേരിട്ട് കാണുമോ, അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാൻ വേണ്ടി വരുന്ന സമയത്തൊക്കെ അവർക്ക് അവരുടെ ഇമോഷൻസ് ഇങ്ങനെ കയറി വരുന്നത് പോലെ ഭയങ്കര ഇമോഷണലി ഇങ്ങനെ കണക്ട് ആയി പോകുന്നൊരവസ്ഥയാണ് ഇവിടെ കാർഡ്സിൽ എനിക്ക് ഫീൽ ചെയ്യുന്നതും. ഈ കാർഡ്സിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. ഓക്കെ, 8 ഓഫ് സോർട്സ് ആണ്. ഞാൻ പറഞ്ഞു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണത്. അത് പേഴ്സൺസ് ആണെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പം അവരുടെ സിറ്റുവേഷൻ എന്താണെങ്കിലും അത് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അവർ ആ ഒരു സ്റ്റെക്കായിട്ട് ഇങ്ങനെ അവർക്ക് ആഗ്രഹിക്കാനും ചിന്തിക്കാനും സ്വപ്നം കാണാനും മാത്രമേ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കരയാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിന്തിച്ചിരിക്കേണ്ട ഒരു അവസ്ഥയിലിരിക്കാൻ മാത്രമേ അവർക്ക് കഴിയുന്നുള്ളൂ. അല്ലാതെ നിങ്ങളടുത്തോട്ട് വന്നിട്ടൊന്ന് പറയാനോ, ചിലപ്പം അവർ പറയുന്നില്ലാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ ഒന്നും കൂടി അവരിലേക്ക് അറ്റാച്ച്മെന്റ് ആയി പോകും എന്നുള്ള ഒരു തോട്ട് വെച്ചിട്ടായിരിക്കും അവർ നിങ്ങളടുത്തോട്ട് പറഞ്ഞു വരാത്തത്. ഓക്കെ, നിങ്ങൾ ഒരുപാട് കണക്റ്റ് ആയി പോകും, നിങ്ങൾ ഇമോഷണലി അവരെക്കാൾ കൂടുതൽ കണക്റ്റ് ആയി പോകുമെന്ന് കരുതിയിട്ടായിരിക്കാം അവർ നിങ്ങളുടെ അടുത്തോട്ട് അതും പറഞ്ഞു വരാത്തത്. ഓക്കെ, ഞാൻ പറഞ്ഞുകൊണ്ട് ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. മേ ബി അത് കുറേ നാളത്തെ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, അവരുടെ ഒരു കോളോ മെസ്സേജോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, 2 ഓഫ് വൺസ് ആണ്. ഡെഫിനറ്റ്ലി ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. അവർക്ക് കണ്ണ് കെട്ടിയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അവർക്ക് ഒരു ഡിസിഷനോ ആക്ഷനോ ഒന്നും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതായത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയാണ്. അവർക്ക് ഇപ്പുറത്ത് നോക്കുമ്പോൾ നിങ്ങളുടെ മെമ്മറീസ് ആണ്, നിങ്ങളാണ് നിൽക്കുന്നത്. പക്ഷെ ഇപ്പുറത്ത് നോക്കുമ്പം ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങോട്ട് തിരിയാൻ പറ്റുന്നില്ല, ഇങ്ങോട്ടും തിരിയാൻ പറ്റുന്നില്ല, സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അവർ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോട് ചിരിച്ചാണ് നിൽക്കുന്നതെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ വേദനയിൽ ആലോചിക്കുന്നതും അവരുടെ മെമ്മറീസിലേക്ക് കൊണ്ടുവരുന്നതും അവർ മിസ് ചെയ്യുന്നതും എല്ലാം നിങ്ങളെയാണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. സെവൻ ഓഫ് വൺസ് ആണ്. ഇവിടെ ഫാമിലി മെമ്പേഴ്സിന്റെ ഇൻവോൾവ്മെന്റ് കാണുന്നുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ മേ ബി ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് കണക്ഷൻ ആണ് കാണിക്കുന്നത്. ഒരു മദർ ആൻഡ് മകൻ അല്ലെങ്കിൽ മകൾ അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അങ്ങനെയൊക്കെയുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ഒരു ടെലിപ്പതിക്കലി കമ്മ്യൂണിക്കേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ തമ്മിൽ 4 ഓഫ് സോർട്സ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക്. നിങ്ങൾ തമ്മിൽ ഒരു ടെലിപ്പതിക്കലി കമ്മ്യൂണിക്കേഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷൻസ് അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ അവരുടെ ഇമോഷൻസ് നിങ്ങൾക്കും ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പം ഒരുപാട് നാളായിട്ടൊരു ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ, അതായത് ഒരുപാട് നാളായിട്ടൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ട്, അവർ നിങ്ങളെ ബ്ലോക്കൊന്നും അഴിക്കുന്നില്ല, അവർ റെസ്പോണ്ട് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ തീരുമാനിക്കും ഈ റിലേഷൻ വേണ്ട, മൂവ് ഓൺ ചെയ്യാം എന്നുള്ള തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടാകാം. എന്നിട്ട് പോലും ചില സമയത്ത് നിങ്ങൾക്ക് ഏതാ പറയുക, ഒരു നേരവും കാലവും ഇല്ലാതെ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അവരെ ഓർമ്മ വരിക, അല്ലെങ്കിൽ ഇപ്പോൾ വിളിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അവരെ ഒന്ന് കണ്ടേ പറ്റൂ, അവരുടെ ഫോട്ടോ എടുത്ത് നോക്കുക, അങ്ങനെയൊക്കെയുള്ള ഫീലിങ്സ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ തമ്മിൽ ഒരു ടെലിപ്പതിക്കലി കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ആ പേഴ്സൺ നിങ്ങളെ എപ്പോഴാണോ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നത്, ഇമോഷണലി കണക്ട് ചെയ്യുന്നത്, നിങ്ങളെ ആഗ്രഹിക്കുന്നത്, ആ സമയത്ത് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ആ കണക്ഷൻ പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങളിപ്പം ഒരു ദിവസം മുഴുവൻ നിങ്ങൾ അവരെ മറന്നുപോയി എന്ന് കരുതിക്കോ. നിങ്ങൾ മറന്നു എന്ന് ഹാപ്പിയായി ലൈഫിലേക്ക് ഹാപ്പി ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ സ്വപ്നം കാണുക, അല്ലെങ്കിൽ അവരുടെ പേര് എവിടെയെങ്കിലും ഒക്കെ കാണുക, അല്ലെങ്കിൽ അവരെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള പാട്ടുകൾ കേൾക്കുക, അങ്ങനത്തെ സിനിമകൾ കാണുക. അതായത് അവരെ മറക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കാത്ത വിധത്തിൽ പലതരത്തിലും അവരുടെ ഓർമ്മകൾ കടന്നു വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവരത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അതൊരു ആഗ്രഹമായിട്ട് മാത്രമായിട്ട് നിൽക്കുകയാണ്. അതിന് റീസൺ ആയിട്ട് ഇവിടെ ഒരുപാട് സ്പ്രെഡുകൾ അത് എനർജി കാണിച്ചു തന്നിട്ടുള്ളത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് അവർക്ക് അതൊന്നും തുറന്നു പറയാനൊന്നും പറ്റാത്തത്. അവർ സ്ട്രോങ് ആയിട്ട് ഒരു മിറാക്കിൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മേ ബി അവർ ആഗ്രഹിക്കുന്നുണ്ടാകാം ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എങ്ങനെയെങ്കിലും എൻഡ് ആകാനോ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരാനൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടാകാം. അതാണ് മിറാക്കിൾ ആഗ്രഹിക്കുന്നുണ്ട്
എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. എന്തായാലും ഒരുപാട് നാളത്തെ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു കോളോ മെസ്സേജോ, ഒരു ഹായ് ആണെങ്കിൽ ഒരു ഹായ്, അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് മാറ്റുന്നതോ, അങ്ങനെ നിങ്ങൾക്ക് ഹാപ്പി ആവുന്ന എന്തെങ്കിലും ഒരു തരത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഈ ഒരു സ്പ്രെഡിനകത്ത് നിന്നും നിങ്ങൾക്ക് തരാനുള്ളൊരു ഗൈഡൻസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ കാര്യം തന്നെ നോക്കിയിരിക്കുക. ഓക്കെ, ഇപ്പം നിങ്ങൾ കുറച്ചെങ്കിലും മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെ സ്റ്റാർട്ട് കൊണ്ടായിരിക്കാം ആ പേഴ്സൺ ഇപ്പം നിങ്ങളെ മിസ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ അങ്ങോട്ട് ചേസ് ചെയ്ത് പോകുന്ന സമയത്ത് ആ പേഴ്സണ് മിസ് ചെയ്യില്ല. കാരണം ആ പേഴ്സൺ അറിയാം നിങ്ങൾ അവിടെ തന്നെ ഉണ്ട്, അവരെ വിചാരിച്ച് തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കും. പക്ഷെ നിങ്ങളിപ്പോൾ ചേസ് ഒന്നും ചെയ്യുന്നില്ല, എനർജിയൊക്കെ നിങ്ങൾ കുറച്ചു, അങ്ങനത്തെ പരിപാടിയൊക്കെ നിങ്ങൾ കുറച്ചെങ്കിൽ ഇവിടെ നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്യുക. കാരണം അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ പേഴ്സൺ ഇവിടെ ഒരുപാട് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്നതും ഇമോഷണലി ഒക്കെ അവർ കണക്ഷൻ വരുന്നതും നിങ്ങളെ മിസ് ചെയ്യുന്നതൊക്കെ അപ്പോഴാണ്. അവരത് ചിന്തിക്കുന്നതും അവർക്ക് ചെയ്തു പോയ തെറ്റുകളൊക്കെ അവർക്ക് ഓർമ്മ വരുന്നതൊക്കെ അപ്പോഴാണ്. സോ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ തന്നെ ചെയ്ത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക.